ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യമായിട്ടൊരു 3 മിനിറ്റ്സ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. നോർമലി ഞാൻ റീൽസ് ഇട്ട് സ്കിപ്പ് ആവാനാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീടും പരിസരം സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് എത്തിക്കാം. അതിനാണ് ഇത്തിരി ലെങ്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക, കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം. ഇപ്പോഴും അത്രയൊന്നും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. അപ്പോൾ കാണുന്നവരെല്ലാം നിങ്ങളുടെ കണക്ഷനിലുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഇൻഷാ അല്ലാഹ് എന്നാൽ കഴിയുന്ന വിധം നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ സ്പെഷ്യലി പറയാനുള്ളത്, യൂറോപ്പിലോട്ട് വരാനായിട്ട് ഒരുപാട് ടീംസ് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ യൂറോപ്പിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം വരിക. എനിക്കതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നതോ കാണുന്നതോ ഒന്നുമല്ല യൂറോപ്പ്. ഞാൻ നെഗറ്റീവ് പറയല്ല, പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാവും. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. പിന്നെ എന്തുകൊണ്ട് ആളവിടെ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. തീർച്ചയായിട്ടും വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വരിക. എന്താണോ ഇവിടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമുക്ക് എന്താണോ നമുക്ക് ഫേസ് ചെയ്യാനുള്ളതെല്ലാം ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. വരുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്തും തരണം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും കീപ്പ് ഓൺ ചെയ്യുക. സംഭവം രസമാണ്. ഫ്ലൈറ്റിൽ ഇത്ര ലോങ് ജേണി, പിന്നെ യൂറോപ്പ്, പിന്നെ കാണുന്ന കാഴ്ചകളിലൊന്നുമല്ല യൂറോപ്പ് ഉള്ളത്. എൻറ്റയർലി ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവർക്കെല്ലാം വാം വെൽക്കം. വരിക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക. ഇപ്പോൾ ഈവൻ സ്റ്റഡിക്ക് വരുന്ന പിള്ളേരായാലും ശരി, ജോലിക്ക് വരുന്ന പിള്ളേരായാലും ശരി, ഈവൻ ഫാമിലി വാട്ടെവർ. അപ്പോൾ ആർക്കും അത്ര രസകരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇവിടെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല, ആഗ്രഹിക്കാം. പക്ഷേ ആഗ്രഹങ്ങൾക്കപ്പുറമാണ് നമ്മുടെ സിറ്റുവേഷൻ കം ടു ദ റിയാലിറ്റി. സോ എല്ലാവരും വരണം എന്നാണ് ഞാൻ പറയുന്നത്. വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുമ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക, യഥാർത്ഥ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആരും നമ്മൾ പറയുന്ന കാര്യങ്ങളോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ മുതിരണമെന്നില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, വരാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വരണം, വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയണം. പിന്നെ ഞാനൊക്കെ വന്ന് പെട്ടിട്ടുള്ള കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിലാണ്. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള വഴികളിലൂടെ സെൽഫ് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഹാപ്പിനെസ്സിനുള്ള വേ നമ്മൾ കണ്ടെത്തും. അതുപോലെ അതിനനുസരിച്ചുള്ള ഫ്രണ്ട്സുകളെ കണ്ടെത്തും. അങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാം ഹോപ്പ്ഫുള്ളി എല്ലാം നല്ലതിൽ വഹിക്കട്ടെ എന്നാണ് ആഗ്രഹം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ല മൈൻഡ് സെറ്റോട് കൂടി വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. പിന്നെ ചില ആളുകൾക്ക് തോന്നാം, ഇപ്പോൾ ഇയാൾ പറയുന്നതൊന്നും കറക്റ്റ് അല്ലല്ലോ, ഞങ്ങളുടെ ഫാമിലിയൊക്കെ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, നല്ല ജോലിയുണ്ട്, സംഭവങ്ങളുണ്ട്. ഉണ്ടാവാം, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ബട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ നല്ലൊരു ലൈഫ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് യൂറോപ്പിൽ വരുന്ന ആളുകൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗുഡ് ഡേ ടു ഓൾ. ബൈ.